ഇത് BC 87-4 കാലഘട്ടങ്ങളിൽ നടന്ന ഒരു സംഭവമാണ്. ഹെറോദേസ് രാജാവായി ഭരിച്ചിരുന്ന കാലം. തൻ്റെ രാജ്യത്തിനു വേണ്ടി, തൻ്റെ അധികാരത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുമായിരുന്ന ഒരു ഭരണാധികാരി. തൻ്റെ അധികാരത്തിനു വേണ്ടി വളരെ അസൂയാലുവായി മാറിയ ഒരു ഭരണാധികാരി, വളരെ ക്രൂരനായി മാറിയ ഒരു ഭരണാധികാരി. ഇതാണ് ഹെറോദേസ് രാജാവ്. ഈ കാലഘട്ടത്തിലാണ് ഹെറോദേസ് രാജാവ് ഒരു പുതിയ രാജാവിനെ പറ്റി കേട്ടത്. ഈ ലോകത്തെ രക്ഷിക്കുവാനായി, ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുവാനായി ഇതാ പുതിയൊരു രാജാവ് ഉദയം ചെയ്യാൻ പോകുന്നു. ഇത് ഹെറോദേസിനെ വളരെ സംഘർഷത്തിൽ ആഴ്ത്തുകയാണ്. തൻ്റെ അധികാരം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ വേട്ടയാടുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് കുറെ ജ്ഞാനികൾ ഈ രക്ഷകന്റെ ജനനത്തിൻ്റെ വാർത്തയറിഞ്ഞ് ഹെറോദേസിൻ്റെയൊക്കെ പക്കൽ എത്തുക. എങ്ങനെയാണ് ഈ ജ്ഞാനികൾ ഈ രക്ഷകനെ പറ്റി കേട്ടറിഞ്ഞത്? ഇവർക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? ഈ ജ്ഞാനികൾ ബാബിലോണിൽ ജീവിച്ചു പോന്നിരുന്ന വ്യക്തികളാണ്. ഇസ്രായേൽക്കാരുടെ ബാബിലോൺ പ്രവാസകാലത്ത് ഈ മിശിഹായുടെ വരവിനെ പറ്റി ഈ ജ്ഞാനികൾ കേട്ടിട്ടുണ്ടാകണം. അങ്ങനെയാണ് ഈ രക്ഷകനെ തേടിയുള്ള പുറപ്പാട് ഇവർ ആരംഭിക്കുന്നത്. അപ്പോൾ ഇവർ എങ്ങനെയാണ് ബെത്ലഹേമിൽ എത്തുന്നത്? ബെത്ലഹേമിന് എന്താണ് പ്രാധാന്യം? ഒന്നാമത്തെ പ്രാധാന്യം, ദാവീദ് രാജാവ് ബെത്ലഹേമിൽ നിന്നാണ് ഉദയം ചെയ്തത്. രണ്ടാമതായി, മിക്ക പ്രവാചകന്റെ പ്രവചനം. മിക്ക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം തിരുവചനം. ബെത്ലഹേം എഫ്രാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും എന്ന തിരുവചനം പൂർത്തിയാവുകയാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, പഴയ നിയമത്തിൽ പറഞ്ഞതെല്ലാം ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കുന്നു. പുതിയ നിയമത്തിൽ ഇതിൻ്റെ പൂർത്തീകരണം വളരെ ദൃഢമായി നാം കാണുകയാണ്. വീണ്ടും ജ്ഞാനികൾ പൊന്ന്, മീറ, കുന്തിരിക്കം എന്നീ വസ്തുക്കൾ ദൈവത്തിന്, അതായത് മനുഷ്യനായി പിറന്ന ക്രിസ്തുവിന് കാഴ്ചയർപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. പൊന്ന് രാജത്വത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ രാജാവ് എന്ന വസ്തുത ഇവിടെ വ്യക്തമാക്കുകയാണ്. മീറ മരണത്തിൻ്റെ പ്രതീകമാണ്. ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് താൻ ഏറ്റെടുക്കാൻ പോകുന്ന സഹനങ്ങളെയും മരണത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് മീറ. കുന്തിരിക്കം ദൈവത്തോടുള്ള ആരാധനയെയും ദൈവത്തെ നാം ആരാധിക്കണമെന്നുള്ള ഒരു വസ്തുതയും മുന്നിൽ വയ്ക്കപ്പെടുന്നു. ഇതാണ് പൊന്നു, മീറ, കുന്തിരിക്കം എന്നീ 3 വസ്തുക്കൾ ഈശോയ്ക്ക് സമർപ്പിക്കുന്നതിലൂടെ ജ്ഞാനികൾ നമുക്ക് നൽകുന്ന സന്ദേശം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 456-ാം ഖണ്ഡികയിൽ നാം ഇപ്രകാരം ഒരു ചോദ്യം കാണും: വചനം മാംസമായത് എന്തിന്? എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി പിറന്നത്? നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം വായിക്കുമ്പോൾ നാം ഇപ്രകാരം കാണും: മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് ഒരു മനുഷ്യനായി പിറന്നു. ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ 3 കാര്യങ്ങൾ വ്യക്തമാണ്. 1, ക്രിസ്തുവാണ് ഈ ലോകത്തിനു വേണ്ടി, ലോകത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ജനിച്ച ഏക രാജാവ്. 2, പഴയ നിയമത്തിൻ്റെ എല്ലാം പൂർത്തീകരണം പുതിയ നിയമത്തിലൂടെ, ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ നാം കാണുന്നു. 3, ദൈവം നമ്മെ നയിക്കുന്നു. ഈ ജ്ഞാനികളുടെ കാര്യത്തിൽ നാം വ്യക്തമായി കാണുന്നുണ്ട്. പല അസ്വസ്ഥതകളും വഴികളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ദൈവം അവരെ നേരായ വഴിയിലൂടെ നയിക്കുന്നു, പരിപാലിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ പിറവിക്കാലത്തിലും നമുക്ക് ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാം, അവിടുത്തെ കരുണയ്ക്കായി യാചിക്കാം. ദൈവം തുണയ്ക്കട്ടെ. ആമേൻ.